സജീവമാകുന്നു എന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. BJP-യിൽ ചേർന്നെങ്കിൽ കൂടിയും ഒരു ഇടവേളയിൽ അദ്ദേഹം കാര്യമായിട്ട് പൊതുരംഗത്ത് അത്ര സജീവമായിരുന്നില്ല. പക്ഷേ അത് മാറ്റി നിർത്തി അദ്ദേഹം കൂടുതൽ സജീവമാകുന്നു എന്ന കാര്യം കൂടിയാണ് പറയുന്നത്. DV അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, ജേക്കബ് തോമസിനെ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. ജേക്കബ് തോമസ് നിയമസഭയിൽ ഒരു സ്ഥാനാർത്ഥിയായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് കരുതണോ? എന്ന് വേണം കരുതാൻ. കാരണം നേരത്തെ തന്നെ BJP-യോടുള്ള അനുഭവം അദ്ദേഹം തുറന്നു പറയുകയും BJP-യിൽ അംഗത്വമെടുക്കുകയും ചെയ്തതാണ്. നേരത്തെ തന്നെ RSS-നോട് തനിക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷേ സർവീസ് പ്രവർത്തിക്കുമ്പോൾ അതിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ RSS-ന്റെ പൂർണ്ണ സമയ പ്രവർത്തനാകാൻ ജേക്കബ് തോമസ് തീരുമാനമെടുത്തു. നമുക്കറിയാം, സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട മേഖലകളിലുള്ള ആളുകൾ IAS-കാരും IPS-കാരും അതുപോലെ തന്നെ മറ്റ് സിനിമാ താരങ്ങളും ഒക്കെ BJP-യോട് കൂടുതൽ അടുക്കുന്നുണ്ട്. ഇത് വ്യത്യസ്തമായി RSS-ഉമായാണ് അദ്ദേഹം കൂടുതൽ അടുക്കുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹം പറയുന്നു RSS ഏൽപ്പിക്കുന്ന ചുമതലകൾ. നമുക്കറിയാം, സംസ്ഥാനത്തെ BJP രാഷ്ട്രീയത്തിലെയും പ്രധാനികളെയും ഒക്കെ തീരുമാനിക്കുന്നവരുടെ ചുമതല തീരുമാനിക്കുന്നതൊക്കെ RSS ആണ്. അത്തരമൊരു ചുമതല തന്നെ ഏൽപ്പിച്ചാൽ അത് ഏറ്റെടുക്കാൻ തയ്യാറെന്നുകൂടി ജേക്കബ് തോമസ് പറയുകയാണ്. പൂർണ്ണസമയ RSS പ്രവർത്തകരെ മാറുമ്പോൾ സ്വാഭാവികമായും RSS ഏൽപ്പിക്കുന്ന ചുമതലകൾ അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വരും. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണെങ്കിൽ അതും ഏറ്റെടുക്കാൻ തയ്യാറെന്ന് തന്നെയാണ് അദ്ദേഹം സൂചന നൽകുന്നത്. ഏതായാലും ഒക്ടോബർ 1 നടക്കുന്ന പദസഞ്ചലനത്തിലൂടെ അദ്ദേഹം ഈ ഗണവേഷത്തിൽ RSS-ന്റെ വേഷത്തിൽ അദ്ദേഹം പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടും. നമുക്കറിയാം, കാക്കി അണിഞ്ഞ് വർഷങ്ങളോളം പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് അവസരം ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഏറിയ സമയവും IPS ഉദ്യോഗസ്ഥനായിരിക്കുമ്പോഴും ഏറിയ സമയം അദ്ദേഹം പോലീസ് യൂണിഫോം അണിയാത്ത തസ്തികകളെ അദ്ദേഹത്തിന് ജോലി ചെയ്യേണ്ടി വന്നത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം കാവി വസ്ത്രമണിഞ്ഞ് RSS-ന്റെ ഗണ വസ്ത്രമണിഞ്ഞ് അദ്ദേഹം ഒക്ടോബർ 1 നിരത്തിൽ ഉണ്ടാകും. അതാണ് പ്രതീക്ഷിക്കുന്ന കാര്യം. എന്തായാലും RV ബാബു, അരുൺ തുടരുക. RV ബാബു, ഹിന്ദു ഐക്യവേദി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ RV ബാബു, സംഘപരിവാർ സംഘടനകളുടെ ഭാഗമായി പല ആളുകളും വരുന്നുണ്ട്. അതിൽ ജേക്കബ് തോമസ് നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞതാണ്. അദ്ദേഹം BJP രാഷ്ട്രീയമാണ് തൻ്റെ ലൈൻ എന്ന് അദ്ദേഹം നേരത്തെ പ്രഖ്യാപിച്ചു. BJP അംഗത്വമെടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ താൻ RSS-ന്റെ സജീവ പ്രചാരകനാവാൻ സന്നദ്ധനാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. ഈ നീക്കം നിങ്ങൾ പ്രതീക്ഷിച്ചതാണോ? നേരത്തെ ചർച്ചകളൊക്കെ നടന്നതാണോ? താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു? അല്ല, ഇത്തരത്തില് RSS-ന്റെ ഒരാള് അംഗമാവുക, സജീവ പ്രചാരകൻ എന്ന് പറഞ്ഞാൽ അത് അത്ര കണ്ട് ശരിയല്ല. ടെക്നിക്കലി അത് തെറ്റാണ്. പ്രവർത്തകനാവുക, പ്രചാരക് എന്ന് പറയുന്ന പദത്തിന് കുറച്ചും കൂടിയും വലിയൊരു അർത്ഥമുണ്ട് സംഘത്തിനകത്ത്. അതൊരു പ്രൊപ്പഗണ്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്കല്ല പ്രചാരകൻ എന്നുള്ള സംഘത്തിന്റെ പ്രവർത്തനത്തിൽ മുഴുവൻ ജീവിതവും സമർപ്പിച്ച് പ്രവർത്തിക്കുന്നവരെയാണ് പ്രചാരകൻ എന്ന് പറയുക. അദ്ദേഹം മിക്കവാറും അവിവാഹിതനാകുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് സംഘത്തിന്റെ പ്രചാരകന്മാർ പ്രവർത്തിക്കുക. അപ്പോ ഇദ്ദേഹം സംഘത്തിന്റെ പ്രവർത്തകനായിട്ട് മാറാൻ ഉദ്ദേശിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ അതിന് ഒരാൾക്ക് അദ്ദേഹം ഫുൾ ടൈമർ ആവാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ അല്പസമയവും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അത് അത്രത്തോളം അത് വാനപ്രസ്ഥി പ്രചാരകൻ എന്ന് പറയും. അതായത് വിവാഹം കഴിച്ചിട്ട് കഴിഞ്ഞ ആളുകൾ അവർ ഫുൾ ടൈം സംഘത്തിന്റെ പ്രചാരകൻ എന്നുള്ള നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ വാനപ്രസ്ഥി പ്രചാരകൻ ആണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം തയ്യാറായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് അതിനുള്ള അവസരം ഉണ്ട്. നമുക്കിവിടെ സംഘത്തിന്റെ പ്രവർത്തകരായിട്ട് മാറാനായിട്ട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളുമില്ല. ഈ നാടിന്റെ സംസ്കാരത്തോട്, ഈ നാടിന്റെ ധർമ്മത്തോട്, ഹിന്ദു ധർമ്മത്തോട്, സർവോപരി ഈ രാഷ്ട്രത്തോട് കൂറുള്ള, രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ആർക്കും സംഘത്തിന്റെ പ്രവർത്തകനായിട്ട് മാറാം. അതിന് പ്രത്യേകിച്ച് അംഗത്വമൊന്നുമില്ല, ആർക്കും കടന്നു വരാം. സംഘത്തിന്റെ ശാഖ നടക്കുന്നത് പൊതു മൈതാനത്താണ്, അത് രഹസ്യമായി നടക്കുന്നതല്ല, ജനങ്ങളുടെ മുമ്പാകെ നടക്കുന്നതാണ്. അവിടെ വരിക, അതിൽ പരിപാടിയിൽ പങ്കെടുക്കുക, കളിക്കുക, പാട്ടുപാടുക, രാഷ്ട്രഭക്തി ഗാനങ്ങൾ ആലപിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള് RSS-ന്റെ അംഗമായി. അതിന് പ്രത്യേകിച്ച് അംഗത്വം കൊടുക്കലൊന്നുമില്ല. ഈ 100 വർഷമായ ഒരു സംഘടനയെ വിലയിരുത്തുന്നതിൽ മാധ്യമങ്ങൾക്ക് ഗുരുതരമായ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്. അവര് ഈ നമ്മുടെ നാട്ടിലുള്ള നിലവിൽ നിൽക്കുന്ന ചില സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് RSS-നെ വിലയിരുത്തുന്നത്. അങ്ങനെയല്ല. RSS-ന് നാളിതുവരെ പ്രവർത്തിക്കുന്നതിൽ ഒരു അംഗത്വമില്ല, റെസീപ്റ്റ് ഇല്ല, അങ്ങനെ യാതൊരു സംവിധാനമില്ല. കുടുംബ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. കുടുംബത്തിലെ അംഗം എങ്ങനെയാണോ അതേപോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് ജേക്കബ് തോമസ് അദ്ദേഹം ഏത് മതക്കാരനാകട്ടെ, ഏത് ചിന്താഗതിക്കാരനാകട്ടെ, ഏത് രാഷ്ട്രീയക്കാരനാകട്ടെ, അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അദ്ദേഹം സംഘത്തിന്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറായാൽ തീർച്ചയായും അദ്ദേഹത്തിനെ പോലുള്ള ഒരുപാട് ആൾക്കാർ കടന്നു വരും. അദ്ദേഹം ഒരു ഐക്കണാണ്.
നമ്മുടെ കേരളത്തിലെ ഒരു ഐക്കണാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ കടന്നു വന്നത് വളരെ സന്തോഷകരമാണ്. അതുപോലുള്ള നൂറുകണക്കിന് ആൾക്കാർ വരട്ടെ, നമ്മുടെ നാടിനെ സേവിക്കാനുള്ള ഒരു അവസരമായിട്ട് വരട്ടെ. രാഷ്ട്രത്തെ പ്രഥമ പരിഗണന വെച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആരും അവർക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രഥമമായ കടമ. ശരി, വളരെ നന്ദി ആർ.വി. ബാബു പ്രതികരിച്ചതിന്. എന്തായാലും ജേക്കബ് തോമസ് പ്രഖ്യാപിക്കുന്നു താൻ RSSൽ സജീവമാകുന്നു, നേതൃത്വം ഏൽപ്പിക്കുന്ന, സംഘടന ഏൽപ്പിക്കുന്ന എന്ത് ചുമതലയും ഏറ്റെടുക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഇടവേളയാണ്, മടങ്ങി വരാം.